സെന്റ് ജോസഫ് LP സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ആമുഖം. അറിവിന്റെ തൂവെളിച്ചം കുരുന്ന ഹൃദയങ്ങളിൽ പകർത്തിക്കൊണ്ട് സെന്റ് ജോസഫ് LP സ്കൂൾ പൈങ്ങോട്ടൂരിന്റെ മണ്ണിൽ പ്രക്ഷോഭിതമായിട്ട് 95 വർഷങ്ങൾ പിന്നിടുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ വെന്നിക്കൊടി പാർച്ച 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ആദരപൂർവ്വം സമർപ്പിക്കുന്നു. നമ്മുടെ വിദ്യാലയം. അഭിവന്ദ്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ രക്ഷാധികാരിയായിരിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിലും, സെക്രട്ടറി റവറന്റ് ഫാദർ മാത്യു മുണ്ടയ്ക്കലും, മാനേജർ റവറന്റ് ഫാദർ ജെയിംസ് വാരാരപ്പള്ളിയും, ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഷിബിമോൾ ജോസഫുമാണ്. 12 ഡിവിഷനുകളിലായി 298 കുട്ടികളും 14 അധ്യാപകരും 2 അനധ്യാപകരും ഈ സ്കൂളിന്റെ ഭാഗഭാക്കാണ്. 2024 ജൂൺ 1 മുൻ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശ്രീ റോയ് മാത്യു സ്ഥലം മാറിപ്പോയ ഒഴിവിൽ ശ്രീമതി ഷിബിമോൾ ജോസഫ് ചാർജ് എടുത്തു. തുടർന്ന് കൂടിയ സ്റ്റാഫ് മീറ്റിംഗിൽ സീനിയർ അസിസ്റ്റന്റായി ശ്രീമതി ജിൻസി ജോർജ്, സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീ സനൽ സണ്ണി, SRG കൺവീനറായി ശ്രീമതി ജോസ്മി എൻ ജോസ്, PTA സെക്രട്ടറിയായി ശ്രീമതി ജുബിൻ ജോസ്, ഉച്ചഭക്ഷണ ചാർജായി ശ്രീമതി സൗമ്യ മാനുവൽ എന്നിവരെ തിരഞ്ഞെടുത്തു. ഈ സ്കൂളിൽ നിന്ന് സ്തുത്യർഹമായ സേവനത്തിനു ശേഷം സ്ഥലം മാറിപ്പോയ ശ്രീമതി ലൈല VK, ശ്രീമതി സിജി പോൾ, ശ്രീമതി ഗീതു ജോർജ് എന്നീ അധ്യാപകരെ നന്ദിയോടെ ഓർക്കുന്നു. ഈ അധ്യാപകർക്ക് പകരമായി ശ്രീമതി റംല TM, ശ്രീമതി ആനി ജോസ്, ശ്രീമതി ജസ്റ്റി കെ ആന്റണി എന്നിവർ ചാർജ് എടുത്തു. ഇവിടെ ജോലി ചെയ്തു വന്ന ശ്രീമതി മഞ്ജുഷ ജോൺ രാജിവെച്ച ഒഴിവിൽ ശ്രീമതി മാർട്ടീന ജോർജ് അഡീഷണൽ പോസ്റ്റിൽ സിസ്റ്റർ സ്റ്റെഫിയും ജോലി ചെയ്തു വരുന്നു. PTA 20/6/2024 കൂടിയ PTA പൊതുയോഗത്തിൽ വെച്ച് PTA കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ശ്രീ ബേബി ജോസഫിനെ PTA പ്രസിഡന്റായും ശ്രീമതി പ്രിയ പ്രമോദിനെ MPTA പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന ശക്തമായ ഒരു PTA നമുക്കുണ്ട്. ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങളിലും കൊയ്ത്തുത്സവത്തിലും മറ്റ് ദിനാചരണങ്ങളിലും PTAയുടെ സജീവമായ സഹകരണം സ്കൂളിന് മുതൽക്കൂട്ടായിരുന്നു. ഈ വർഷം PTA കമ്മിറ്റി സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ സ്പോൺസർ ചെയ്തത് നന്ദിയോടെ ഓർക്കുന്നു. പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ PTA പ്രസിഡന്റ് ശ്രീ ബേബി ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചിത്രരചനയും അഭിനന്ദനാർഹമാണ്. പാഠ്യേതര പ്രവർത്തനങ്ങൾ. 2024 ജൂൺ 3 നടന്ന പ്രവേശനോത്സവം വാർഡ് മെമ്പർ ശ്രീ സണ്ണി കാഞ്ഞിരത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ സമ്മാനവും മധുരപലഹാരവും കൊടുത്ത് സ്വീകരിച്ചു. 9:30 അധ്യാപകരുടെ പ്രാർത്ഥനയോടെ ഒരു ദിവസം ആരംഭിക്കുന്നു. തുടർന്ന് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഭാഷകളിൽ മാറി മാറി പ്രാർത്ഥനയും പ്രതിജ്ഞയും ചൊല്ലി ക്ലാസ് ആരംഭിക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് അടിസ്ഥാനത്തിൽ അസംബ്ലി നടത്തി വരികയും ക്ലാസ് അധ്യാപകർ മെസ്സേജ് നൽകി വരികയും ചെയ്യുന്നു. GK ഡെയിലി, കടം കഥ, പഴഞ്ചൊല്ല്, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയും നൽകി വരുന്നു. 20 GK ആകുമ്പോൾ ക്വിസ് മത്സരം നടത്തി സമ്മാനം നൽകുന്നു. 7 ഘട്ടങ്ങളിലായി നടത്തിയ മത്സരങ്ങളിൽ മെഗാ ക്വിസ് മത്സരത്തിൽ സമ്മാനാർഹരായവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്കൂൾ വർഷാരംഭത്തിൽ തന്നെ ഫ്രീ യൂണിഫോമും പുസ്തകവും വിതരണം നടത്തി. സർക്കാർ പദ്ധതിയായ ഉച്ചഭക്ഷണം, പാൽ, മുട്ട എന്നിവ യഥാദിവസങ്ങളിൽ കൊടുത്തുവരുന്നു. അധ്യാപകർ ക്ലാസ് മുറികളിലെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നു. കൃത്യമായ ഇടവേളകളിൽ SRG മീറ്റിംഗും ക്ലാസ് PTAയും കൂടി പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ക്ലാസുകളും നടന്നു വരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം LSS സ്കോളർഷിപ്പ് നേടിയ മാളവികയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ വർഷം 4ാം ക്ലാസ്സിലെ 30 കുട്ടികൾ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നു. ഈ വർഷം ആരംഭിച്ച സ്മാർട്ട് കമ്പ്യൂട്ടർ ലാബിലൂടെ ICT സാധ്യത ഉപയോഗിച്ചുള്ള പഠനം കുട്ടികൾക്ക് ആസ്വാദകരമാകുന്നു. അക്കാദമിക മാസ്റ്റർ പ്ലാനും മന്ത്ലി പ്ലാനും പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി കൊണ്ടുപോകാനുള്ള ഉപകരണങ്ങളായി വർത്തിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും പഠന പുരോഗതി വിലയിരുത്തുന്നതിനും വേണ്ടി അധ്യാപകർ കുട്ടികളുടെ വീടുകൾ സന്ദർശനം നടത്തി വരുന്നു. ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ജന്മദിനത്തിന് മിഠായിക്ക് പകരം പുസ്തകവും പൂച്ചെടിയും സ്കൂളിലേക്ക് തന്നുവരുന്നു. പാഴ്വസ്തുക്കൾ തരംതിരിച്ച് പ്രത്യേകം ബക്കറ്റുകളിൽ ശേഖരിക്കുന്നു. വെള്ളം കുടിക്കൂ, ആരോഗ്യത്തോടെ ഇരിക്കൂ എന്ന മുദ്രാവാക്യത്തോടെ നമ്മുടെ സ്കൂളിൽ വാട്ടർ ബെല്ലിന് തുടക്കമായി. എല്ലാ ദിവസവും
രാവിലെയും ഉച്ച കഴിഞ്ഞും കൃത്യമായ ഇടവേളകളിൽ ബെല്ലടിക്കുകയും വെള്ളം കുടിക്കാൻ 5 മിനിറ്റ് അനുവദിക്കുകയും എല്ലാ കുട്ടികളും വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്ലാസ് മുറികളിൽ വായനാമൂലയും ലൈബ്രറി പുസ്തക വായനയും നടന്നു വരുന്നു. സ്കൂളിലേക്ക് പത്രം സ്പോൺസർ ചെയ്തവരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഉപജില്ലാ മേളകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. 2ാം ക്ലാസ്സിലെ സുബ്ഹാന അബ്ദുൽ ഷുക്കൂർ ഉപജില്ലയിൽ വ്യക്തിഗത ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടു. സുബ്ഹാനയ്ക്ക് അഭിനന്ദനങ്ങൾ. അറബി കലോത്സവത്തിൽ എ ഗ്രേഡോടുകൂടി 2 ഫസ്റ്റ് കരസ്ഥമാക്കിയ സഫ്രിൻ ഫാത്തിമയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹിപ്പിച്ച അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. മൂലമറ്റം സെന്റ് ജോർജ് UP സ്കൂൾ നടത്തിയ സംസ്ഥാനതല ക്വിസ്, CH പ്രതിഭ ക്വിസ്, KPSJ നടത്തിയ ജില്ലാതല ക്വിസ് മത്സരങ്ങളിൽ 1ഉം 2ഉം സ്ഥാനം നേടി സ്കൂളിന് അഭിമാനമായി മാറിയ 4ാം ക്ലാസ്സിലെ ഇമ്മാനുവൽ ജോമിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂൾ നവതി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ കളറിംഗ് മത്സരത്തിൽ സമ്മാനാർഹനായ ശ്രീരാഗ് KBക്കും അഭിനന്ദനങ്ങൾ. ദീപിക കളറിംഗ് മത്സരത്തിൽ പങ്കെടുത്ത നമ്മുടെ കുട്ടികൾ ധാരാളം സമ്മാനങ്ങൾ നേടി. സ്കൂളിൽ നടപ്പാക്കിയിരിക്കുന്ന സ്റ്റാർ പദ്ധതി പ്രകാരം എല്ലാ ആഴ്ചയും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പ്രകടിപ്പിക്കുന്ന കുട്ടിക്ക് ടാലന്റ് സ്റ്റാറും എല്ലാ ദിവസവും മാറി മാറി മലയാളം, ഇംഗ്ലീഷ്, ഗണിത സ്റ്റാറുകളും നൽകി കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു വരുന്നു. കൂടാതെ ദിനാചരണങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന ക്വിസ് മത്സരവും മറ്റു മത്സരങ്ങളും കൈനിറയെ സമ്മാനങ്ങൾ നേടാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുന്നു. പരിസ്ഥിതി ദിനം, വായനാ ദിനം, യോഗാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ഡോക്ടേഴ്സ് ദിനം, ബഷീർ ദിനം, പേപ്പർ ബാഗ് ദിനം, ചാന്ദ്രദിനം, ഒളിമ്പിക്സ് വിളംബര ദിനം, കടുവാ ദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, സ്വാതന്ത്ര്യ ദിനം, കർഷക ദിനം, നാളികേര ദിനം, അധ്യാപക ദിനം, ഓണം, ഗാന്ധി ജയന്തി, തപാൽ ദിനം, സേവന ദിനം, കൈകഴുകൽ ദിനം, കേരളപ്പിറവി ദിനം, ഭക്ഷ്യദിനം, ശിശുദിനം, ക്രിസ്മസ്, പുതുവത്സര ദിനം എന്നിങ്ങനെ ദിനാചരണങ്ങൾ ക്ലാസ് അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ടത് ഏറെ ആവേശവും സന്തോഷവും കുട്ടികളിൽ ഉളവാക്കുവാൻ സാധിച്ചു. 2024 ജൂലൈ 5 വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നെല്ലിമറ്റം സെന്റ് ജോസഫ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ വിനു ജോർജ് നിർവഹിച്ചു. 12 ക്ലബ്ബുകൾ നിലവിൽ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ആഴ്ചതോറും നൽകുന്ന വീക്ക്ലി ടോപ്പിക് കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷിൽ പഠിക്കാൻ അവസരം നൽകുന്നു. ഏകദേശം മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി ഡ്രീം വേൾഡ്, ഭൂതത്താൻകെട്ട് എന്നീ സ്ഥലങ്ങളിലേക്ക് ഉല്ലാസയാത്ര നടത്തിയത് ഏറെ ആഹ്ലാദകരമായിരുന്നു. ഈ വർഷത്തെ പ്രധാന സംരംഭമായ നമ്മുടെ പാർക്ക് ബഹുമാനപ്പെട്ട MLA ശ്രീ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ മനോഹരമായ ഒരു പാർക്ക് നമുക്കുണ്ടാക്കാൻ സാധിച്ചത് മാനേജ്മെന്റിന്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹകരണം കൊണ്ടാണ്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. സ്കൂൾ പരിസരത്ത് PTA സഹകരണത്തോടെ പച്ചക്കറി തൈ നടാനും പുതുമയാർന്ന ചോളം കൃഷി ചെയ്യാനും നെല്ല് വിതയ്ക്കാനും ഈ അധ്യയന വർഷം സാധിച്ചു. കൊയ്ത്തുത്സവം നടത്തി നെല്ല് കൊയ്ത്തും ചോളം വിളവെടുപ്പും പുതിയ അനുഭവമായി. ആധ്യാത്മിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി സ്കൂൾ വെഞ്ചരിച്ചു. ഒക്ടോബർ മാസത്തിൽ 10 ദിവസത്തെ ജപമാല സമർപ്പണത്തിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു. ആഴ്ചയിൽ 3 ദിവസം വേദപാഠം, സന്മാർഗപാഠം ക്ലാസുകൾ നടത്തിവരുന്നു. കോതമംഗലം രൂപതയിലെ LP സ്കൂളുകളിൽ KCSൽ ആരംഭിക്കുന്നതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം രൂപത ഡയറക്ടർ ഫാദർ മാത്യു രാമനാട്ട് നിർവഹിച്ചു. എല്ലാ വെള്ളിയാഴ്ചകളിലും KCSൽ പ്രാർത്ഥന നടത്തിവരുന്നു. ഫോർ കെയർ ഫോർ നീഡി പ്രകാരം എല്ലാ ചൊവ്വാഴ്ചയും കുട്ടികൾ ജീവകാരുണ്യ ഫണ്ട് ശേഖരിക്കുന്നു. കൂടാതെ വയനാട് ചൂരൽമല സഹായവും ക്രിസ്മസിന് ലവ് ഹോമിലേക്ക് കേക്ക് വാങ്ങിക്കൊടുക്കുവാനും ഓണത്തിന് അനാഥ മന്ദിരത്തിലേക്ക് ആവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് സഹായമായി നൽകാനും സാധിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. നന്ദിയുടെ ഒരു വാക്ക്. സ്കൂളിന്റെ ബഹുമാനപ്പെട്ട മാനേജർ റവറൻ ഫാദർ ജെയിംസ് വാരാരപ്പള്ളി ജൂബിലി വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അച്ഛന് ആശംസകൾ നേരുന്നു. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനായി സ്കൂളിൽ സ്ഥാപിതമായ ഗ്രീൻ വാലി കിൻഡർ ഗാർഡൻ പാർക്ക് പൂർത്തീകരിക്കുന്നതിൽ അച്ഛൻ വഹിച്ച പങ്ക് പ്രശംസനീയമാണ്. അച്ഛനെ ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഏതൊരു പ്രവർത്തനത്തിലും
ചുറുചുറുക്കോടെ ഓടിയെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ ഫാദർ ജിയോ മഠത്തിലിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ സഹോദര സ്ഥാപനമായ സെന്റ് ജോസഫ് HSS പൈങ്ങോട്ടൂർ പ്രിൻസിപ്പൽ, ഹെഡ് മിസ്ട്രസ്, അധ്യാപകർ, ലിറ്റിൽ ഫ്ലവർ നഴ്സറി സ്കൂൾ ഹെഡ് മിസ്ട്രസ്, അധ്യാപകർ, നൃത്യ അധ്യാപിക കൃഷ്ണേന്ദു, കരാട്ടെ മാഷ് വിഷ്ണു, സഹപ്രവർത്തകർ, മുൻ ഹെഡ് മാസ്റ്റർ റോയി സാർ, മുൻ അധ്യാപകർ, ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ജിൻസി, സ്കൂൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്ന സോന, എൻഡോവ്മെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന അഭ്യുദയാംശികൾ, കുട്ടികളെ സുരക്ഷിതമായി എത്തിക്കുന്ന ബസ് ജീവനക്കാർ, ഓട്ടോറിക്ഷക്കാർ, നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA, MBTA അംഗങ്ങൾ, സർവോപരി ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജനസമക്ഷം സമർപ്പിക്കുന്നു എന്ന് ഹെഡ് മിസ്ട്രസ് ഷിബിമോൾ ജോസഫ്.